ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഇന്ന് സഫുവിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് അത്ര എൻ്റെ അടുത്ത്. അതായത് എന്നെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, എന്റെ ഇഷ്ടങ്ങളും പിന്നെ എന്റെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ അത് മേനുവിനടുത്ത് ചോദിക്കും. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ വ്ളോഗ് വരുന്നത് മേനുവിന്റെ ഫേവറേറ്റ് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. ഇത് ഓള് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇൻഷാല്ല അടുത്തത് എൻ്റെതായിട്ട് ഇടാം. എന്തായാലും ചോദിക്കട്ടെ, എഴുതിച്ചിട്ടുണ്ടല്ലോ കുറേ ഇന്നലെ കുത്തിരുന്ന് എഴുതണ്ടായി. ഇപ്പൊ ടോട്ടൽ എൻ്റെ ഒരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓ മൈ ഗാഡ്, എത്ര എണ്ണം നമുക്ക് മേനു കറക്റ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിനെല്ലാം ഞാൻ ടിക്കറ്റ് പോകും. ഓക്കെ, എന്നിട്ട് സമ്മാനം ഉണ്ടോ? സമ്മാനം ഉണ്ട്. 40-ൽ എത്ര പോയിന്റ് ഉണ്ടോ നോക്കും. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. യാ, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ മദേഴ്സ് നെയിം. എന്റെ ഉമ്മച്ചീന്റെ പേര്. മാതാക്കാനാ അത് തരാം. നോ പ്രോബ്ലം. എന്റെ ബിടിഎസിലെ ജിമ്മിൻ തെറിച്ചു. ഓക്കെ, പറ. ഉമ്മച്ചായിട്ട് വലിയ കമ്പനിയൊക്കെ അല്ലേ? ഉമ്മച്ചിന്റെ പേര് എന്നെ മനസ്സിലുണ്ട് സാധനം. പോരട്ടെ, പേര് ഉണ്ട്. ഇതിനെ അതിന് പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ എനിക്ക് കാണാണ്ടറിഞ്ഞു. പറ. ഉമ്മച്ചി ഇത് കണ്ടാലും ഇപ്പൊ കിട്ടും മേനു. പറ. മേനുന്റെ ഒരു കസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പേരാണല്ലോ എന്റെ ഉമ്മച്ചിക്കെന്ന്. കസിനോ? ഏത് കസിൻ? അതൊന്നും ഞാൻ പറയൂല. ക്ലൂ ഇല്ല. സ്പെല്ലിംഗ് ഫസ്റ്റ്. പറയില്ല. ഇതെന്ത് കൊടുത്താ യെസ് ഓർ നോ അറിയോ ഇല്ലേ? അങ്ങനല്ല, ഇല്ല, ക്ലൂ ഒന്നുമില്ല. എസ് വെച്ച് സ്റ്റാർട്ടിങ്. അങ്ങനെ അതല്ല ക്ലൂ വന്നു. സാജിദ. ഓക്കെ, ഇതിപ്പോ ഇവിടെ സാജിദന്നെ ഇല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് എന്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞതാ കസിന്റെ പേരുണ്ട്, പക്ഷെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ ഫാദേഴ്സ് നെയിം. ഫുൾ നെയിം ആലോചിച്ചാ മതി. ഓക്കെ, നെക്സ്റ്റ്, മൈ സിസ്റ്റേഴ്സ് നെയിം. ഏത് സിസ്റ്റേഴ്സ്? സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാളല്ലേ ഉള്ളൂ. ഷിഫ, റിഫ. ഓക്കെ, നെക്സ്റ്റ്. ആ ഒരു ക്വസ്റ്റ്യനോട് ഇവിടെ ഞാൻ എഴുതണ്ടേ? അവരുടെ വീട്ടിൽ വിളിക്കണ പേര്? ചിപ്പി, ചപ്പു. ഓക്കെ, എന്റെ വീട്ടിൽ വിളിക്കണ പേര്? മൈ നിക്ക് നെയിം സപ്പു. ഓക്കെ, നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ കേരള. കേരളയിൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം. കേരളത്തിലോ? കാസർഗോഡ്. ഇപ്പത്തെ കറന്റ് സിറ്റുവേഷൻ? എറണാകുളം. ഓക്കെ, കാരണം ഫസ്റ്റ് എനിക്ക് കാസർഗോഡ് ഭയങ്കര കാര്യമായിരുന്നു, പോവാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ എനിക്ക് ഇഷ്ടം ഓൾറെഡി എറണാകുളം തന്നെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ കാസർഗോഡ് വരാനൊരു ആഗ്രഹം ഉണ്ടായി മുന്നേ. ഇപ്പൊ കാസർഗോഡ് നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം? കാശ്മീർ. കാശ്മീർ ഇഷ്ടമാണ്, പക്ഷെ ഗോവയാണ് എനിക്കിഷ്ടം. അത് ഞാൻ മഞ്ഞു എന്നോണ്ട് കാശ്മീർ പോവാന്ന് പറയുന്നതല്ലേ? കാശ്മീരൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു ദിവസം പറയല്ലേ നമുക്ക് ഗോവയിൽ ഇനി പോണം, ഗോവ ഡ്രസ്സൊക്കെ വേണം. അങ്ങനെ നീ പോകുന്ന ഇഷ്ടംന്ന് പറഞ്ഞില്ല, ഇഷ്ടം ഗോവയും പറഞ്ഞു. ഞാൻ ചോദിച്ചില്ലല്ലോ എന്റെ അടുത്ത് ഇഷ്ടം. നീ കാശ്മീർ പറഞ്ഞു. മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ വേൾഡ്. ഇൻ ദ വേൾഡ്? UAE, ദുബായ്. ഓക്കെ, നെക്സ്റ്റ്, കൊറിയയും ഇഷ്ടമാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. 2 പേരുണ്ട്. കൊറേ ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും കുറച്ച് അടുത്തുള്ളത് 2 ആള്. ഒരാളെങ്കിലും പറ. ഒരാള് മറ്റേ വിഷ്ണുപ്രിയ. ഓക്കെ, ഒരാള് നസ്രീൻ. ഒന്ന് കറക്റ്റായി, കുഴപ്പമില്ല, ടിക്കറ്റ് വിടാം. മൈ ഫേവറേറ്റ് ആക്ടർ ഇൻ മോളിവുഡ്. മലയാളം ഫീൽഡിൽ എനിക്ക് ഇഷ്ടമുള്ള ആക്ടർ. മലയാളം ഫീൽഡിലോ? മലയാളത്തില്
ഞാൻ ആക്ടർ ആവണമ്പോൾ ഞാൻ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് കാണാനൊക്കെ ഭയങ്കര ടോവിനോ. മൈ ഫേവറേറ്റ് ആക്ടർ ഇൻ ഹോളിവുഡ്, അതായത് ഹിന്ദി സിനിമയിൽ. ഐ തിങ്ക് ഷാറുഖ് ഖാൻ. നോ, അതറിയില്ല എന്തായാലും. ടൈഗർ ഷ്രോഫ്. മൈ ഫേവറേറ്റ് സിംഗർ വേൾഡ് ബീറ്റസ്. അല്ല, മെഹനാസ്. അങ്ങനെയല്ല. മനസ്സിലിരിക്കട്ടെ, അത് എഴുതണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ അതല്ലല്ലോ. പറ. ഹിന്ദിയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനുള്ളത്. അർമാ മാലിക്. മൈ ഫേവറേറ്റ് ഫുഡ്. യുവർ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ ബർഗർ അങ്ങനത്താണ്, അല്ല നോർമലി റൈസ്? എല്ലാത്തിലും ഫുഡിലെ ഫുഡ് എന്ത് ഇഷ്ടം? ലൈക്ക് ബർഗർ. ഒന്ന് പറ. ബർഗർ അല്ല, ഷവർമ. Oh, I forget that. ഞാൻ എപ്പോഴും ഷവർമ ആണെന്നല്ലേ പറയല്. മൈ ഫേവറേറ്റ് കളർ. Your favorite color? Yellow. Okay. എനിക്ക് വേറെ ഇഷ്ടമുള്ളതുണ്ട്, പക്ഷെ ഏറ്റവും ഫേവറേറ്റ് മഞ്ഞ തന്നെ. മൈ ഏജ്. Your age? Suspense no? 21. സസ്പെൻസ്. ഇപ്പൊ ഈ സെപ്റ്റംബറിൽ 22. Going to be 22. ഈ സെപ്റ്റംബർ ഈ മാസം തന്നെ, ഇന്നിപ്പോ 2-ാം തീയതി. No. മൈ ബർത്ത് മന്ത്. Birth month 16 September. തെറ്റി. മൈ ബർത്ത് 19 സെപ്റ്റംബർ. ഓക്കെ, മന്താണല്ലോ ചോദിച്ചത്. ഓക്കെ, സെപ്റ്റംബർ. ഡേറ്റ് 19. ഓക്കെ. ഞാൻ ഇംഗ്ലീഷ് പറയും മാറി. മൈ ബർത്ത് ഇയർ, വർഷം. വർഷം എന്തിനാ പറയണേ? പറയണ. അത് പിന്നെ വയസ്സ് പറഞ്ഞാ പിന്നെ കണക്ക് കൂട്ടാണല്ലോ ഉള്ളൂ. ശരിയാണല്ലോ. വർഷം പറ, അറിയാത്തോണ്ട്. 21. എന്ത് 21? 2000. 2021 ഞാൻ ജനിക്കുന്ന 3 വയസ്സാ. 21 അല്ല, 2001. തെറ്റി. 2002. ഇനി പറഞ്ഞിട്ടില്ല. മൈ 10th മാർക്ക് പെർസെന്റേജ്. നോ ഐഡിയ. ഹൗ മച്ച് A+? എനിക്ക് എത്ര A+ ഉണ്ടായി 10th? ടോട്ടൽ എത്ര A+ ആണ് 10th? 10 അല്ലേ? CBSE-ക്കൊക്കെ 6. ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു 10 പഠിച്ചത്, 7 വരെ CBSE. അതിനെ പറ്റൊന്നും വലിയ കഥ അറിയില്ല. എന്നാലും എത്ര A+ വെറുതെ റൗണ്ട് ചെയ്ത് എന്തെങ്കിലും പറ. 8. ഞാൻ നോ 5. നോക്കണ ആൻസർ. ഞാൻ ആൻസർ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് 15 നീ ആൻസർ മാറ്റിന്ന്, അതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള മിഠായി. മൈ ഫേവറേറ്റ് സ്വീറ്റ്. ഫേവറേറ്റ് ലൈക്ക് ഡയറി മിൽക്ക്. ഓക്കെ. എനിക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏത്? പാട്ട് കേൾക്കാൻ. ഇതെന്ത് BTS തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ? ഇംഗ്ലീഷ് ഞാൻ എപ്പോഴെങ്കിലും കേൾക്കാറുണ്ടോ? നിനക്ക് ഇഷ്ടം കേൾക്കാനുള്ള ഇഷ്ടം തന്നെ. ഞാൻ നോർമലി പാട്ട് വെച്ചാല് ഞാൻ ഫസ്റ്റ് ഏത് പാട്ടേക്കും, ഏതൊക്കെ പാട്ടിലേക്കാ പോകുന്നത്? ഹിന്ദി പാട്ടല്ലേ കൂടുതലൊക്കെ ഉള്ളത്. ആണല്ലോ പൊണ്ണു. എനിക്കിഷ്ടമുള്ള നമ്പർ, ഫേവറേറ്റ് നമ്പർ, ലക്കി നമ്പർ പോലെ 7 3. 7 എന്ത് പോന്ന്? ഇതെന്ത് വിളിക്കണൊരു പരിധിയില്ലേ? 2 4. എനിക്കിഷ്ടമുള്ള ഗെയിം ഫ്രീ ഫയർ. ഞാനിപ്പത്തെ ഒരു അങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ എഴുതി വെച്ചു. ഫസ്റ്റ് റീസെന്റ് മൈ ഫേവറേറ്റ് ഗെയിം. ഇപ്പത്തെ ഞാൻ കൂടുതൽ കളിക്കണ ഗെയിം ഏതെന്നുള്ളത്. പക്ഷെ ഫേവറേറ്റ് ഗെയിം ഫ്രീ ഫയർ തന്നെ. മൈ ബ്ലഡ് ഗ്രൂപ്പ്. തെറ്റി. എന്റെ നാളേത് നോക്കണ്ടേ? നാളോ? ഒന്നും അറിയാനൊരു ചാൻസും ഇല്ല. വെറുതെ എന്തെങ്കിലും കറക്കി കുത്ത്. എന്തെല്ലാം നാളെ ശരിക്കുള്ളു? കൊറേ ഉണ്ട്. എന്തൊക്കെയോ പൂർണ്ണട്ടാതിയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞെന്ന് പറഞ്ഞതല്ല, വായില് കിട്ടിയത് പറഞ്ഞത്. ആണ്. വേറെന്തെല്ലാം ഉള്ളത്? എനിക്ക് എന്റെ ഓർമ്മയില്ല. അതന്നെ, വെറുതെ എന്തെങ്കിലും ഊഹിച്ചു പറയാം. ഊഹിക്കാൻ വരുന്നില്ല സാധനം. എന്നാ തെറ്റിട്ടാ. എന്റെ നാള് അവിട്ടമാണ്. വിട്ടു. വിച്ച് ടൈപ്പ് ഓഫ് ഫോൺ? എനിക്ക് ഏത് ഫോണാണ് ഇഷ്ടം? ഐഫോൺ.
ഐഫോൺ 15 Pro. എനിക്ക് തണുപ്പാണ് ഇഷ്ടം, ചൂടാണ് ഇഷ്ടം? തണുപ്പ്. ഓക്കെ. എനിക്ക് പേടിയുള്ള ജീവി ഏതാണ്? പേടിയുള്ള പാമ്പ്. കറക്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പ് ഏതാ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ? ഡ്രസ്സ് വാങ്ങിക്കാനോ? ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഷോപ്പോ? ഞാൻ എപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് അടിച്ചാലേ കംഫർട്ട് ഉള്ളൂ. എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് സുഡിയോ. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ത്? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പാൻറ്റും, അതായത് ടോപ്പും പാൻറ്റും. എന്ത് ടോപ്പ്? ടീഷർട്ട്. ലൂസ് പാൻസും 5 സ്ലീവും ആണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള ആനിമൽ ഏത്? എനിക്ക് ഇഷ്ടമുള്ള ആനിമലോ? കാറ്റ്. ഓക്കെ. കറക്കി കുത്തതല്ലല്ലോ അല്ലേ? കിട്ടി വായിൽ കിട്ടണ പൂച്ചേനെ പട്ടീനൊക്കെ ആൻസർ കിട്ടിയാ പോരെ. എനിക്ക് ഇഷ്ടമുള്ള ഹെയർ ഏതായിരുന്നു കൂടുതൽ? ഇപ്പത്തെ ഹെയർ ആണോ അതോ മുന്നുണ്ടായ ഹെയർ ആണോ? എനിക്കിഷ്ടം. എനിക്കിഷ്ടം പറയാവോ? അതെന്ത് കഥ? എനിക്കിഷ്ടം ഇപ്പോഴത്തെ, നിനക്ക് ഇഷ്ടപ്പോഴത്തെ? അല്ല, എനിക്ക് മുന്നത്തെ ഇഷ്ടം. അതായത് ഇങ്ങനത്തെ ഇഷ്ടം, പക്ഷെ ഹെയർ ലോങ് അല്ലായിരുന്നോ? അത് ബാക്കിൽ നിന്ന് കാണുമ്പോ തന്നെ ഒരു അതൊരു ഫുള്ളി കേളല്ല, ഇങ്ങനെ കിടക്കുമ്പോ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു. കാരണം നല്ല കുറച്ച് ഉള്ളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചത്. എന്റെ ഡ്രീം എന്തൊക്കെ? ഡ്രീമോ? എന്തെങ്കിലും ഒന്ന് പറ. ഒന്നും മതിയാ, ഇത് കുറെ ഉണ്ടല്ലോ. ഇത് ഡ്രീം പുറത്തു പോണം. പുറത്തുനിന്ന് ഐ മീൻ വിദേശത്ത്. അയ്യോ, നല്ല പെണ്ണെല്ലാം എടുത്തിട്ട് വരണേ. നോക്കല്ലേ വേനു? ഞാൻ നോക്കിയിട്ടില്ലപ്പ. ഓക്കെ, നോക്കണ നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ നോക്കിയില്ല അപ്പാന്ന്. ഓക്കെ, നെക്സ്റ്റ്. മൈ ഫേവറേറ്റ് വെഹിക്കിൾ, എനിക്ക് ഇഷ്ടമുള്ള വണ്ടി ഏത്? 2 വീലർ ആണ് കേട്ടോ. 2 വീലറോ? ബുള്ളറ്റ്. ഞാൻ ഏത് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത്? 11, 12. എന്റെ ഇപ്പത്തെ പ്രസന്റ് വെയിറ്റ്, ഞാൻ ഇത് മുന്നേ എടുത്ത് വെച്ചത്. നമ്മൾ ഇന്നലെ വെയിറ്റ് നോക്കിയില്ലേ? എന്റെ പ്രസന്റ് വെയിറ്റ് എന്ത്? നിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വെയിറ്റ് 46. ഞാൻ ഇട്ടോണ്ടിരിക്കണ ക്രോക്സ് ഇല്ലേ നീല, അത് നമ്മ എവിടുന്ന് വാങ്ങിച്ചത്? കോഴിക്കോട് മുട്ടായി തെരുവ്. ഞാൻ എൻ്റെ ചെറുതിലെ കുഞ്ഞായിരുന്നപ്പോ എനിക്കൊരു പേരുണ്ടായിരുന്നില്ലേ, കുഞ്ഞാവായിരുന്നപ്പോഴുള്ള നിക് നെയിം. എന്നിട്ട് ഞാൻ തന്നെ പേര് മാറ്റിന്ന് ഞാൻ പറയാറില്ല. ആ കുഞ്ഞിതായപ്പോഴുള്ള പേരെന്ത്? കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുഞ്ഞായപ്പോഴുള്ള ആ പേര് ചിഞ്ചു, മഞ്ജു, കുഞ്ചു, ചിഞ്ചു. പൂച്ചക്കിടുന്ന പേര്. മേനു കുക്ക് ചെയ്ത് തന്നെയല്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ത്? ഞാൻ കുക്ക് ചെയ്ത് തരുന്ന ഇഷ്ടമുള്ള ഫുഡ് ഐ തിങ്ക് ബ്രെഡ് സാൻഡ്വിച്ച്. എനിക്ക് ഞാൻ പെട്ടെന്ന് കിടന്നാ ഉറങ്ങണ സ്ഥലം ഏത്? മേനന്റെ മടി. മടി നെഞ്ചതാ ഉദ്ദേശിച്ച. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്തിലായിരുന്നു കൂടുതൽ ടാലന്റഡ്? ചിത്രം വര. ടാലന്റഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് ആണ്. സ്പോർട്സ് തന്നെ. സ്പോർട്സ് അങ്ങനെ സ്പോർട്സിലൊന്നും അങ്ങനെ ഇല്ല. ഓക്കെ, സ്പോർട്സ്. എത്രയുള്ളൂ? കഴിഞ്ഞോ? ഫിനിഷ്ഡ്. അയ്യോ ഗൈസ്, ലാഗ് ഇല്ലാണ്ട് തീർന്നു. ഓക്കെ, ഞാൻ ഇത് എണ്ണട്ടെ. ഇതിപ്പോ 40 കൂടുതലുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഇടയിൽ എന്തൊക്കെയോ എഴുതി. ഓക്കെ, അതിന്റെ ഇടയിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. 2, 3, 4. എത്ര ക്വസ്റ്റ്യൻ ഉള്ള ടോട്ടൽ? ഇതൊക്കെ നോക്കട്ടെ. ഇതിപ്പോ 40 അല്ല, 40 കൂടുതൽ ക്വസ്റ്റ്യൻ വന്നു. എന്തൊക്കെ എത്ര നോക്കട്ടെ.
42 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തോളൂ. 42 ക്വസ്റ്റ്യനിൽ മേനുവിന് കിട്ടിയ മാർക്ക് നോട്ട് ബാഡ്. കീപ് ഗോയിങ്. 27 40. ഓക്കെ, നോട്ട് ബാഡ്. നെക്സ്റ്റ് ടൈം നോട്ട് ബാഡ്. കാരണം ഇതില് മെയിൻ ആയിട്ട് സംഭവം എന്താന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ അധികം ഒന്നും, അതായത് ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് മേനുവിന് അത് ഓർമ്മയുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് വിട്ടുപോലും നമ്മള്. പിന്നെന്താ, പിന്നെ നാളൊന്നും മേനുവിന് അറിയുന്നില്ല, അതിനെ പറ്റി നമ്മൾ ചോദിച്ചിട്ട് തന്നെ ഇല്ല. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വേറൊക്കെ ഒരു ഇതൊക്കെ അറിയാൻ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം മേനു ക്രിയേറ്റ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐഡിയാസ് ഞാന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ മേനു നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ അവിടെ കുത്തിയിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു മേനു ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി, മേനു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയില്ലെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം നീ ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ്, അതന്നെ ഞാൻ തിരിച്ചു വെച്ചോളാന്ന്. അത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ പറ്റൂല, വേറെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കണം. ഇതിപ്പോ ഞാൻ ചോദിച്ചതെന്ന് മേനുവിനാണ് ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കാം. കാരണം ഇതിപ്പോ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, മേനുവിന്റെ കാര്യം തന്നെ അറിയില്ല. മേനുവിന്റെ ബർത്ത് ഡേറ്റ് ഒക്കെ ഞാൻ തന്നെ നോക്കിട്ട് ഓർമ്മിപ്പിക്കല്. മേനുവിന് അങ്ങനെ അതൊന്നും സത്യം പറഞ്ഞ സ്വന്തം കാര്യം നോക്കൂല. അതന്നെ സ്വന്തം കാര്യം നോക്കാണ്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കി, അതാണ് ഇങ്ങനെ ആയത്. ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്താൻ തന്നെ ചെയ്യാറുണ്ട്, ഉള്ളത് പറയാലോ. സ്വന്തം ഇഷ്ടം എന്താന്ന് ഞാൻ ചോദിച്ചാല് നിങ്ങക്ക് കുറച്ച് കുറ്റം പറയട്ടെ. സ്വന്തം ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ പറയും എനിക്ക് കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അത് ഇഷ്ടം ഇത് ഇഷ്ടം എന്ന് പറഞ്ഞാലും അത് വേണ്ടാന്ന് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക്. അങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടം ചെയ്ത് കൊടുത്താണ് ഈ ഒരു ഗതി വന്നത്. ഷോപ്പിൽ പോയാലേ എനിക്കിഷ്ടമുള്ള മിഠായി എടുക്കും. അപ്പൊ ഞാൻ ഇതെനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വേണ്ട നമുക്ക് പോവാം പറയാം. പക്ഷെ ഞാൻ അത് കാണാണ്ട് ഞാൻ തന്നെ എടുത്ത് അതിലിടും. സ്വന്തം കാര്യം നമുക്ക് നോക്കണ്ടേ, നമുക്ക് നമ്മുടെ ലൈഫിൽ സ്വന്തം കാര്യം ഹാപ്പിനെസ് നോക്കാണ്ട് നേരം ഉണ്ടായിക്കോട്ടെ. ഞാൻ എപ്പോഴെങ്കിലും പറയാറുണ്ട് സ്വന്തം കാര്യം അവൻ വിചാരിച്ച ആരും തല്ലുപിടിക്കും. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.